വെൽക്കം ബാക്ക് ടു ഷെഹാസ് ക്രിയേഷൻസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റമദാൻ സ്പെഷ്യലായിട്ടുള്ള ജീരകക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ജീരകക്കഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോമ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ജീരകക്കഞ്ഞി. അത് മാത്രമല്ല നോമ്പിൻ്റെ ക്ഷീണമൊക്കെ അകറ്റാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി കൂടിയിട്ട്. ഈ ഒരു കഞ്ഞി നോമ്പുള്ള സമയത്ത് മാത്രമല്ല നോമ്പില്ലാത്ത സമയത്തും നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. അത്രയും റിച്ചാണ്. അപ്പോൾ ഇതാ കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ദാ ഇവിടെ ഒരു ഗ്ലാസ് പൊടിയരി എടുത്തിട്ടുണ്ട്, ബ്രോക്കൺ റൈസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു മുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴേക്കും കുറവ് മതിയെങ്കിൽ ഹാഫായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാ കുറച്ച് ചുവന്നുള്ളി വേണം. അപ്പോൾ ചുവന്നുള്ളി തേങ്ങയിൽ കരയ്ക്കാനും വേണം, പിന്നെ ഒന്ന് താളിക്കാനും വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള ജീരകം നല്ല ജീരകമാണേ. പിന്നെ ഞാൻ ഇവിടെ കുറച്ചു ആശാളി, കുറച്ച് ഉലുവ അത് കൂടിയിട്ട് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നിങ്ങൾ ഒഴിവാക്കാതിരിക്കലാണ് നല്ലത്. കാരണം ആശാളി ഉലുവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല റിച്ച് പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു സീഡാണ്. അപ്പോൾ അത് ഒഴിവാക്കരുതേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ പൊടിയരി മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. പൊന്നി റൈസൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ അരി എടുത്തത് കുറച്ചിങ്ങനെ കുറുകിയ ആ ഒരു ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒരു 4 ഗ്ലാസോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ആശാളി ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് അരി വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ കുറച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചില ആൾക്കാർ ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാറുണ്ട്, അതൊരു മസാല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പിന്നെ ഇതാ അതിലേക്ക് 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇനി നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയ്ക്കൊപ്പം നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒത്തിരി ഒന്നും അടിയണ്ട. നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫോമിനെക്കാട്ടിലും കുറച്ചുകൂടി ആയിട്ട് അരിഞ്ഞാൽ മതിയാകും. ഇനി ഇതാ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അരിഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ പാകത്തിന് വെള്ളം ഇതിലേക്ക് ചേർക്കാം. അത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ട് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണേ. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എത്ര വേണമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറു തീയിലിട്ടിട്ട് തിള ഇങ്ങനെ വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കഞ്ഞി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ 2 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് വേണ്ടാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് കഞ്ഞിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്ര എളുപ്പമാണ് ചെയ്യാനായിട്ട്. എപ്പോഴും കഞ്ഞി കുടിച്ച് മടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലിലൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ ചൂടോടെ കുടിക്കാനായിട്ട് നമ്മുടെ കഞ്ഞിയും അതിൻ്റെ കൂടെ തന്നെ ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ നിങ്ങൾക്ക് കടലത്തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പപ്പടം കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു, പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.